റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ചിരിക്കുന്നു. ഹൈക്കോടതി 4 ആഴ്ചത്തേക്കാണ് തടഞ്ഞിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിലും ശ്യാം ദേവരാജും നമുക്ക് പോകുന്നുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ തുടർച്ചയായിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടിംഗ്. പൊതുജന മധ്യത്തിൽ ഈ അനീതി കൊള്ള തുറന്നു കാണിച്ചത് നമ്മളുടെ തുടർച്ചയായിട്ടുള്ള ലൈവത്തോണികളാണ്. അതിനുശേഷമാണ് ജയചന്ദ്രൻ അടക്കമുള്ളവർ ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു. ഇനി 4 ആഴ്ചത്തേക്ക് ടോൾ വഴി കടന്നു പോകുമ്പോൾ ടോൾ കൊടുക്കേണ്ടതില്ല. പക്ഷേ അപ്പോഴും ചോദ്യം ഇതാണ്, കഴിഞ്ഞ തവണ കളക്ടർ ഉത്തരവിട്ടിട്ടും ടോൾ പിരിച്ചു അവരുടെ സ്കാനിങ് മെഷീനിൽ ഈ നമ്മുടെ ഈ QR കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തവണയും അത് തുടരുമോ? അരുൺകുമാർ, അതാണ് പ്രധാനമായ ചോദ്യം. കാരണം ഇപ്പോൾ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്, അല്ലാതെ ജില്ലാ കളക്ടറുടെ ഉത്തരവിനല്ല ഇവിടെ പ്രസക്തി. ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് പാടില്ല എന്ന്. പക്ഷേ അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാണുന്ന സ്കാൻ മെഷീൻ മാറ്റേണ്ടത് അത്യാവശ്യം. ഈ സ്കാൻ മെഷീനിലൂടെയാണ് വണ്ടികൾ ഇവിടെ കടന്നു പോകുമ്പോൾ ഇവിടെ ടോളിൻ്റെ ബാരിയർ ഇല്ലെങ്കിൽ പോലും സ്കാൻ ചെയ്തുകൊണ്ട് പൈസ പോകും. ഇപ്പോൾ ടോൾ പിരിവ് 1 മാസത്തേക്ക് നിർത്തിവെക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സന്തോഷം ഉണ്ടോ? അയ്യോ, വളരെ സന്തോഷം. ഈ റോഡിൽ കൂടെ പോകുന്നത് മനുഷ്യനെ സമ്മതിക്കണം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ഇതുപോലത്തെ ഒരു പത്തറ്റിക് റോഡ് കണ്ടീഷൻ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ എന്നിട്ട് വെറുതെ ടോൾ കൊടുക്കുക. ഏറ്റവും കൂടുതൽ ടോൾ ഉള്ളത് ഇവിടെയാണ് ബാക്കിയുള്ള സ്റ്റേറ്റിലെ കമ്പയർ ചെയ്യുമ്പം. എന്നിട്ട് ഇവിടെ ഇത്രയും വലിയ കുറേ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. 4 ആഴ്ചയിലേക്ക് ഒരു ആശ്വാസ യാത്രയാവും. ഉറപ്പായിട്ടും എന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പം വല്ലപ്പോഴേ വരത്തുള്ളൂ. പക്ഷേ ശരിക്കും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. കാരണം ഓൾറെഡി നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് വേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആളുകൾ വലിയ സന്തോഷത്തിലാണ്. ടോൾ പിരിവ് 1 മാസത്തേക്ക് ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുക. ചേട്ടാ, എങ്ങനെയുണ്ട്? അത് നല്ല കാര്യമാണ്. അത് ഇവർ കൊന്നു വിലവിളിക്കല്ലായിരുന്നു. ഇത്രയാണോ എല്ലാ ടോളും ഇടുന്നതിനാ? വഴി കൂടെ സുഗമമായി യാത്ര ചെയ്യാനാ. ഇവിടെ വഴിയൊക്കെ ദുർഘടവും ഇവർ ടോളും പിടിക്കുക. ഇവരുടെ എന്താ പറയാ, മറ്റേ ഇതാണ് അവർക്ക്. എന്തായാലും സന്തോഷം. അങ്ങനെ ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ടോൾ പിരിവ് 1 മാസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുക. നല്ല കാര്യം, വളരെ സന്തോഷം. ഈ യാത്രകൾ എങ്ങനെയുണ്ട് ഈ വഴിക്കുള്ളത്? വളരെ മോശമാണ്. താങ്ക് യു വെരി മച്ച്. ആളുകൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ ടോൾ പിരിവ് 1 മാസത്തേക്ക് റദ്ദാക്കിയിരിക്കണം. ഇവിടുത്തെ പണി കഴിയണവരേക്കും ഇതെന്തായാലും നിർത്തിവെച്ചിരിക്കണം. ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. കുറെ ആൾക്കാർ പ്രതികരിക്കേണ്ടിയിരിക്കുകയാണ്. ദുർഘടം പിടിച്ച യാത്രയ്ക്ക് കാശ് കൊടുക്കേണ്ടി വരും. എന്തായാലും സന്തോഷമല്ലേ? സന്തോഷം. അപ്പം അങ്ങനെ ആളുകൾ പൊതുവെ സന്തോഷത്തിലാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയോട് കാത്തിരുന്ന ടോൾ പിരിവ് 1 മാസത്തേക്ക് റദ്ദാക്കുക ഹൈക്കോടതി. നല്ല കാര്യമാണ്. ഈ വഴിക്ക് യാത്ര ചെയ്യാറുണ്ടോ? എങ്ങനെയുണ്ട് യാത്ര? സുഖമാണോ? ടോൾ ഒഴിക്കണം, എന്തായാലും ഒഴിവാക്കണം. ഓക്കെ. അപ്പോൾ ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ടോൾ പിരിവേ ചേട്ടാ ഒന്ന് ചവിട്ടിയ ടോൾ പിരിവ് 1 മാസത്തേക്ക് റദ്ദാക്കി ഹൈക്കോടതി. ഓക്കെ, നല്ല കാര്യം. അതുപോലെയാണ് ബ്ലോക്ക്. ഞങ്ങളെ ഉള്ളം വഴിക്കൊക്കെ ഉണ്ട്. അർജന്റ് സമയത്തിന് പോകേണ്ടതാണ്. ഈ സാധനം പണ്ടേ നിർത്തേണ്ടതാണ്. അപ്പോൾ ആളുകൾക്ക് മറ്റൊരു അഭിപ്രായമില്ല അരുൺകുമാർ. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സ്കാനിങ്ങിനുള്ള സംവിധാനം ഒഴിവാക്കണം. ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായി നടപ്പാവണമെങ്കിൽ പണം നൽകാതെ യാത്ര ചെയ്യണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ സർവീസ് നൽകാതെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പണം വാങ്ങിക്കുന്നതെന്ന ഹൈക്കോടതിയുടെ ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് പൂർണ്ണമായും ഫലവത്താവണമെങ്കിൽ ഈ കാണുന്ന സ്കാനിങ് മെഷീൻ ഒഴിവാക്കി അത് മൂടി വെച്ച് അത് ഉപയോഗപ്രദമല്ലാതായാൽ മാത്രമേ ഹൈക്കോടതി പറയുന്ന ആ തീരുമാനം നടപ്പാവൂ. ഏതായാലും വലിയ ആഘോഷത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. തകർന്നു കിടക്കുന്ന ദേശീയപാതയിൽ ടോൾ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ആളുകളുടെ പ്രതികരണം വരുന്നത്. എല്ലാവരും ആശ്വാസത്തിലാണ്. ജെയ്സൺ, പ്രതികരണം എടുത്തോളൂ. ചേട്ടാ, 1 മാസത്തേക്ക് ടോള് നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? എന്താ പറയാ, നല്ല കാര്യം. യാത്രയ്ക്കും ഗംഭീരമാണ് ഈ വഴിയിലുള്ളത്. ആളുകൾക്ക് സ്മൃതി, മറ്റൊന്നും ആളുകൾക്ക് പറയാനില്ല. 1 മാസത്തേക്ക് ഹൈക്കോടതി ടോൾ പിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടും നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. നടപ്പിലാക്കേണ്ടതാരാ? ഹൈക്കോടതിക്ക് ഇരുന്ന് പറഞ്ഞാൽ പോരെ? ഹൈക്കോടതിക്ക് കൂടെ നടപ്പിലാക്കാൻ പറ്റുമോ? നടപ്പിലാക്കേണ്ട സർക്കാർ വായം വിളിച്ചിരിക്കുകയാണ്. ഇത്തവണ ഹൈക്കോടതി സ്ട്രോങ് ആയിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ്. 1 മാസത്തേക്ക്, അതായത് പണി പൂർത്തിയാവാതെ ഈ വഴിക്ക് ടോൾ പിരിക്കാൻ പാടില്ല എന്ന്. ഞാൻ ഓൾറെഡി ടോൾ ടാഗ് ഉള്ളതാണ്. ഞാൻ പേ ചെയ്ത് അത് തന്നെയാണ്. ആ സ്കാനിങ് സാധനം മാറ്റണം. എന്തായാലും അത് നടപ്പാവുന്ന പ്രതീക്ഷിക്കുക. സ്മൃതി, നമുക്ക് ആ പരാതിക്കാരനായ ഷാജി കോടങ്കണ്ടത്ത് ഇവിടെയുണ്ട്. അദ്ദേഹം
ആളുകൾക്ക് ലഡു വിതരണം ചെയ്യുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാവണമെങ്കിൽ പിന്നെ ടോള് ആ സ്കാനിങ് മെഷീൻ മാറ്റിയേ മതിയാവൂ. അതായത് ഒരു മാസത്തേക്ക് പിന്നെ ടോള് പിരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? നടപ്പിലാക്കണം. അതാണ് സ്മൃതി ആളുകൾ പറയുന്നത്. ഇത് ഉത്തരവ് നടപ്പാക്കണം, അത് പ്രായോഗികമായി നടപ്പാക്കണം. അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടോൾ ബൂത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്കാനിങ് മെഷീനുകൾ അത് പൂർണ്ണമായും നിർവീര്യമാക്കണമെങ്കിൽ മാത്രമേ ആളുകൾക്ക് പൈസ കൊടുക്കാതെ കടക്കുള്ളൂ. ഒരു മാസത്തേക്ക് ടോൾ പിരിവ് നിരോധിച്ചു ഹൈക്കോടതി. നല്ല കാര്യം. ഒരു മാസത്തേക്കുള്ളൂ. ഒരു മാസം അവിടെ പണി പൂർത്തിയാവുന്നവരെ. അതെയോ? എങ്ങനെയാണ് യാത്ര? ഈ വഴിക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഇവിടെ അല്ലേ നാലാഴ്ചക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് കാലാകാലത്തേക്ക് ആയിക്കൂടെ? അല്ല, അതിനു വേണ്ടി ഹർജി കൊടുത്തിട്ടുള്ളേ. അതെയോ? അതിപ്പോ 4 ആഴ്ചക്ക് ഹൈക്കോടതി സാറ് വിചാരിച്ചാൽ പറ്റും. കാലാകാലത്തേക്ക് സാറ് വിചാരിച്ചാൽ അത് അതെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്മൃതി, പരാതിക്കാരനായ ഷാജി കോടങ്കടത്ത് നമ്മോടൊപ്പം വീണ്ടും ചേരുകയാണ്. സത്യത്തിൽ ഇത്തരമൊരു പരാതി കൊടുക്കുന്ന സമയത്ത്, ഹർജി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? അല്ല, എനിക്കിപ്പോഴും ഈ ജനാധിപത്യത്തിലും ഈ കോടതികളുടെ നിയമത്തിലും വിശ്വാസമുണ്ട്, കോടതികളിൽ വിശ്വാസമുണ്ട്, ഒരു സംശയമില്ല. കോടതികൾ ഇവർക്ക് സമയം കൊടുത്തു. ഈ മറ്റേ ഹൈക്കോടതി തന്നെ 1 മാസം സമയം കൊടുത്തു ഇവർക്ക്. പല തവണ പറഞ്ഞു റോഡിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ. 3-4 ദിവസം ഇവർക്ക് വെയിൽ കണ്ടിട്ട് പോലും ഇവർ ടാർ ചെയ്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായ ജില്ലാ കളക്ടർ ഇവർ 1 ദിവസം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു, ഒരു വാണിംഗ് കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം എത്ര മീറ്റിംഗ് വിളിച്ചിട്ട് അദ്ദേഹം വാണിംഗ് കൊടുത്തു. ഇവർ ധാർഷ്ട്യമാണ്. ജനങ്ങളോടും ജനസംവിധാനങ്ങളോടും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഈ കരാർ കമ്പനി ചെയ്യുന്നത്. ഒരു പാരലൽ ഭരണകൂടം പോലെയാണ് ഈ കരാർ കമ്പനി പോകുന്നത്. അതിനെതിരെയുള്ള വിധിയാണ്. ഒരുപാട് പാർട്ടി പ്രവർത്തകർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, കേസിൽ പെട്ടിട്ടുണ്ട്. പലർക്കും പോലീസ് ക്ലിയറൻസ് ജോലിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സാധാരണക്കാരെ സമരത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് ഈ കോടതി വിധി. പക്ഷേ ഇതിനകത്ത് ആ സ്കാനിങ് മെഷീൻ മാറ്റാതെ ഈ ഹൈക്കോടതി വിധി പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാവില്ലല്ലോ. തീർച്ചയായിട്ടും, അത് ഒരു സംശയമില്ല. സ്കാനിങ് മെഷീൻ മാറ്റണം. ഹൈക്കോടതി വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഇവർ എന്താ ചെയ്യണമെന്നാണ് ഞങ്ങൾ നോക്കുന്നത്. ഇവിടെ സകല പാർട്ടിക്കാരും കക്ഷിഭേദമന്യേ ഇവിടെ ശക്തമായ സമരം ചെയ്യും. സ്കാനിങ് മെഷീൻ ഇവർ അടയ്ക്കേണ്ടി വരും. എപ്പോൾ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? കോടതി വിധി വന്ന അന്ന് മുതൽ പ്രാബല്യത്തിൽ, ആ നിമിഷം മുതൽ പ്രാബല്യമാണ്, ഒരു സംശയമില്ല. ഇപ്പോഴും ടോൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആ വിധി പരിശോധിക്കണം, വായിക്കണം. അത് ആ വിധിയുടെ അതിൻ്റെ ടൈം ബൗണ്ട് എപ്പോഴാണ് പറഞ്ഞതെന്ന് നോക്കണത്. എന്തായാലും കോടതി വിധി നടപ്പിലാക്കിയേ പറ്റൂ, ഒരു സംശയമില്ല. ഏതായാലും സ്മൃതി വലിയ ആവേശത്തിലാണ്. സത്യത്തിൽ ഇവിടെ സമരം നടത്തിയ സമരക്കാർ മർദ്ദനമേറ്റത്, പോലീസിന്റെ മർദ്ദനമേറ്റത് അടക്കമുള്ളതിനോ ചേട്ടാ ഇവിടെ ടോള് പിരിക്കല് പിന്നെ 1 മാസത്തേക്ക് നിരോധിച്ചു. അറിഞ്ഞില്ല. സന്തോഷമായി. യാത്രയാണോ? ആളുകളൊക്കെ വലിയ സന്തോഷം. അതാണ് ജേസൺ, എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അവിടെ ടോൾ പിരിവിൽ ഗതികെട്ട ജനം പ്രതികരിക്കുന്നത് ആശ്വാസം ആണ് ഈ ഉത്തരവ് എന്നുള്ളതാണ്.